ഇതെന്ത് കായാ? ഇതെന്താ കായാ? വെള്ളച്ചാമങ്ങ. കേടായിപ്പോയില്ലേ? ഈ കുരു കുഴിച്ചിട്ടുണ്ടാവോ? അതെനിക്കറിയില്ല കേട്ടോ. കഴിച്ചു നോക്കിയേ. മറ്റേ ചാമങ്ങ പോലെ ഇത് സൂപ്പർ ടേസ്റ്റ് ആണല്ലോ. ഇത് നല്ല മധുരം ഉണ്ടല്ലോ ചാമ്പക്ക. നല്ല സ്മെല്ലും ഉണ്ടല്ലേ. ആ അതെ, പെർഫ്യൂമിന്റെ സ്മെല്ല്. ആണോ? ഇവിടെ നീ വന്നിരിക്കാറുണ്ടോ? ഇവിടെ നീ വന്നിരിക്കാറുണ്ടോ? ഇതാ ഇവിടെ എന്തൊക്കെ മൃഗങ്ങളാണുള്ളത് ഈ കാട്ടില്? പടുതയില്ലാത്ത പടുതക്കുളം. ഇതാണ് നമ്മുടെ കിണറല്ലേ? ഇതാണ് നമ്മുടെ കിണറ്. കിണറിലൊട്ടും വെള്ളമില്ലല്ലോ അപ്പോൾ. കിണറ് ക്ലീൻ ആക്കാനായിട്ടുണ്ടല്ലേ? നമ്മളിങ്ങനെ വെച്ച് ഈ പൈപ്പ് വഴിയാണ് നമ്മളെ വീട്ടിലേക്ക് വെള്ളം വരുന്നതല്ലേ? ഇതൊക്കെ എസ്റ്റേറ്റിലെ പണിക്കാരാണോ? ഒരു അരുവിയുണ്ട്. ओ भाई साहब कैसा है? अच्छा है। हाँ अच्छा. ഇതെന്താ ഒരു വെള്ളച്ചാട്ടം? ഇത് എവിടേക്ക് ഒഴുകി പോണേ? നമ്മുടെ ആന നിൽക്കുന്ന സ്ഥലമില്ലേ, ഒരു വെള്ളം കണ്ടില്ലേ, അവിടെ ചെല്ലും. ഈ തണുത്ത വെള്ളം അവിടെ ചെല്ലുന്നേ. അവിടെ ഇതുപോലെ ഇല്ലാത്തതുകൊണ്ട് നല്ലോണം ഐസുമായിട്ട് നിന്ന് കിടക്കും. ടൂറിസ്റ്റുകളൊക്കെ ഇവിടെ വരുവാണെങ്കിൽ ഐസിൻ്റെ അകത്ത് കുടിച്ചവരിക്കും. തണുത്ത് വിറക്കുന്നേ. ഇന്നത്തെ കഴിയുമ്പോൾ തണുത്ത് പ്രത്യേകിച്ച് തണുപ്പല്ലേ? പക്ഷെ വെളി ഇറങ്ങുന്നുണ്ട്. എവിടുന്നാണ്? ഇതൊക്കെ നേരത്തെ വെള്ളം കുടിക്കാൻ എടുത്തോണ്ടിരുന്ന ഇപ്പൊ പിന്നെ വേസ്റ്റ് ഒക്കെ ഒഴിക്കാൻ തുടങ്ങിട്ട് മതിയായിട്ട്. ഞാനെന്നാ ഇവിടെ വലിയ വെള്ളച്ചാട്ടൊക്കെ വരുമ്പോഴല്ലേ ഇവിടെ വന്നിരിക്കും ഞങ്ങൾ. ആണ് വാഗമൺ ടൗൺ അല്ലേ? വാഗമണ്ണിൽ നിന്ന് ഇങ്ങോട്ട് എത്ര കിലോമീറ്റർ അറിയോ? 6 കിലോമീറ്റർ. 6 കിലോമീറ്റർ. ഇത് തങ്കിൾപ്പാറ. തങ്കിൾപ്പാറ. ഇവിടുന്ന് ഇങ്ങനെ ഇത്ര ഇങ്ങനെ പാറ നിൽക്കുന്ന ഇത്ര തങ്കിൾപ്പാറ.
ഏറ്റവും വലിയ അതോ മഞ്ഞ് വരുന്നല്ലേ? അതാണ് ഏറ്റവും മഞ്ഞല്ല വരുന്നത്, പിന്നല്ല കോട. കോട കോടെന്നും പറയും, മഞ്ഞെന്നും പറയും. ഓക്കെ, പോയേക്കാം നമുക്ക്. വീട്ടിലേക്ക് പോകും. ഇനിയും പോവല്ലേ? വൈബ് സ്ഥലം പറഞ്ഞു, കുറേ പേരക്കൊക്കെ ഉള്ള സ്ഥലം. അത് അപ്പുറത്തെ വഴി, നമ്മൾ വന്നപ്പോൾ ഒരു വഴി കണ്ടില്ലേ, അത് അതുവഴി ആണോ? വേണമെങ്കിൽ നമുക്ക് അതുവഴി പോകാം. ഇങ്ങനെ പോയിട്ട് അങ്ങനെ വരാൻ പറ്റുമോ? അതറിയില്ല, പോയി നോക്കാം അല്ലേ കുറച്ചേ. മഴ പെയ്യും, മുള്ളം തന്നെ വലിയ കാട്ടുപന്നികളൊക്കെ ഉണ്ടാവുമേ, അത് കുറ്റിയുടെ ഈറ്റയാണോ അത്? അതാ കാണുന്നത്. ഈറ്റയാണ്. തക്കുണ്ടെന്ന് വെട്ടിക്കൊണ്ടു. ഈറ്റൊക്കെ ഇവിടുന്ന് വെട്ടിക്കൊണ്ടുപോകാറുണ്ടോ? ഈ ഈറ്റ വെട്ടിക്കൊണ്ടുപോകാറുണ്ടോ? ഈറ്റ ഉപയോഗിച്ചല്ലേ പേപ്പർ എന്തൊക്കെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞ്? കുഞ്ഞരുവിയാണല്ലേ? സൂപ്പറാണല്ലോ. ഇതൊക്കെ എവിടുന്നായി വരുന്നേ? ആ അമ്മേ, ഏത് ഇതിലോ? ഈ കുഞ്ഞതിലോ? തേയിലയുടെ കുരു അല്ലേ? കായ ഉള്ളില് കടിക്കാൻ പറ്റുമോ? കടിക്കുന്നതിന് കുഴപ്പമില്ല, കഴിക്കാതിരുന്ന കായാന്ന് പറയും. ഇതടിക്കില്ല, ഇതാണ് എടുക്കുക. ഇലയാണോ എടുക്കുക? ഇതൊക്കെ വെട്ടിയിട്ട് എങ്ങോട്ടാ കൊണ്ടുപോകണേ? ആ, അവിടെയാണോ അവരെ ഫാക്ടറി? കടിച്ചോട്ടെ. ചോപ്പാ ചുമപ്പിനൊക്കെ നല്ല വലിപ്പം വെക്കും. വെള്ളം അത്രയ്ക്ക് വലിപ്പം വെക്കില്ല. സൂപ്പറാ. പെരക്കെല്ലാം അടിപൊളി പെരക്കട്ടെ, കിടക്കാച്ചി പെരക്കണം. കണ്ടോ കണ്ടോ, അമ്മ എടുത്തിട്ട് കളഞ്ഞിട്ട് പോയിരുന്നുണ്ടോ? എന്തിനാ? ഇതുണ്ടോ? തിക്കുള്ള ഇലയായിട്ടല്ലേ? കട്ടിയുള്ള ഇലയായിട്ട്. നോക്ക്, കാറ്റ്, മഞ്ഞ് വരുന്നുണ്ടോ? മഞ്ഞ് ഒറ്റ വരവാണ്. നമ്മുടെ ദേഹത്തൊക്കെ എന്തോരം മഞ്ഞ് കയറിയിട്ടുണ്ടെന്നറിയോ? അതിപ്പോ നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന നമ്മളെ മരങ്ങളൊന്നും കാണാനില്ല, താഴത്തെ മരങ്ങളൊന്നും കാണാനില്ല. തെങ്ങിൾപ്പാറനെ എവിടെ നിന്ന് കണ്ടുപിടിക്കാൻ? തീരല്ല. തെങ്ങിൾപ്പാറ കണ്ടുപിടിക്കാൻ പറ്റുമോ? അത് തിരിച്ചു പോകാൻ പറ്റൂലേ? പറ്റും. മഞ്ഞിപ്പം നീങ്ങും അല്ലേ? വഴി കാണാതായാലോ? മഞ്ഞ് മൂടി വഴി കാണാതായാലോ? ചിലപ്പോൾ സംഭവിക്കും. പക്ഷെ നമുക്ക് പോകാനുള്ള ട്രിക്കൊക്കെ നമുക്കറിയാലോ. എന്നാ എല്ലാം എടുക്കുന്നത് ഇതാ, നമ്മൾ വലിയൊരു കാടിനുള്ളിലേക്ക് പോകുകയാണ്. ഓക്കെ ഓക്കെ, ഞങ്ങളുടെ ഓഫ് റോഡിൻ്റെ മാക്സിമം ഫിനിഷിംഗ് പോയിന്റ് പോവുകയാണ്. മാക്സിമം ഞങ്ങൾ ഇവിടെ നിർത്താൻ ശ്രമിക്കും. സൈക്കിൾ ഇവിടെ നിർത്താൻ ശ്രമിക്കും, നമ്മൾ അപ്പുറത്ത് നിൽക്കും. ഇതാണ് നമ്മുടെ തേയിലക്കാട്. ഇതാണ് ഇത് അരുവിയുടെ ശബ്ദം കേൾക്കുന്നില്ലേ? അതാണ് അവിടെ അരുവിയില്ലേ? ഞാൻ പറഞ്ഞില്ല അത് നമ്മുടെ കൂടെ തന്നെ ഉണ്ടെന്ന്. അതെങ്ങും പോയി, അത് ഇങ്ങനെ വരും. നമ്മൾ കൊടുത്ത് അപ്പോൾ അവിടെ ഇവിടെ എത്തില്ല.
ഇവിടെ അങ്ങനെ കടയിറങ്ങില്ല. ഇവിടെ കോട ഇല്ലല്ലേ? ഇനി നമ്മൾ പോകാൻ പോകുന്നത് വലിയൊരു ഗുഹയ്ക്കായിരിക്കും.